അമ്മ ഇങ്ങോട്ട് എല്ലാരും നോക്കിക്കോ. ഹായ് ഹായ്. നമ്മളിന്ന് എവിടെയോ കറക്കാൻ പോവാ. നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മളിങ്ങോട്ട് പോകുന്നേ. നമ്മളിങ്ങോട്ടേ പോകുന്നേ അറിയത്തില്ല. അമ്മൂസിന് മാത്രമേ അറിയത്തുള്ളൂ എങ്ങോട്ട് നമ്മൾ കറക്കാൻ പോകുന്നത്. പറഞ്ഞു വേണമോ എങ്ങോട്ടാ പോകുന്നത്? അയ്യേ. ഈ പോക്ക് എവിടെയുമല്ല, നമ്മുടെ സ്വന്തം കാറ്റാടിപ്പാറയിലേക്ക്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കാറ്റാടിപ്പാറ വ്ളോഗ്. ഇതൊന്നാമത്തെ കാറ്റാടിയാണ് നമ്മളിപ്പോൾ കാണണത്. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് കവിത. മിസ്റ്റർ കവിത, മിസ്സസ് കവിത. അല്ലോ കവിത മതി. ഇത്തവണത്തെ ക്രിസ്മസ് വെക്കേഷൻ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പോയി. ഒട്ടും താമസിക്കാതെ നമുക്ക് ഇന്ന് തുടങ്ങാം. ഇതാണ് കാറ്റാടിപ്പാറ വ്യൂ പോയിന്റ്. ഇവിടെ ഒരുപാട് കാറ്റാടികളുണ്ട്. അമ്മൂസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിത്രശലഭത്തെ തല്ലിക്കൊതു. അമ്മൂസ് ചവിട്ടിയതാണ്. ചുമ്മാ പറഞ്ഞതാണ് ഗൈസ്. അമ്മൂസ് തല്ലിക്കൊന്നതല്ല. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും ആ പൂമ്പാറ്റ അങ്ങനെ ചത്ത് കിടക്കുന്നൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് കൊന്നു കളഞ്ഞു. നമ്മൾ അടുത്ത പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാറ്റാടികളുണ്ട്. ഈ കാറ്റാടിയിൽ നിന്നാണ് എൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ദിസ് പ്ലേസ് ഈസ് കോൾഡ് കാറ്റാടിപ്പാടം. കുറച്ച് പേരൊക്കെ അത്യാവശ്യം കാണാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് കസിൻസ് എല്ലാം കൂടി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നായത്. നമ്മൾ നല്ല കാറ്റൊക്കെ അടിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വരികയാണ് ഗൈസ്. ഈ സമയത്ത് നല്ല ഉപ്പിലിട്ടതൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട്. അമ്മൂസ് വന്നതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കടയിൽ ഉപ്പിലിട്ടതുണ്ടെന്ന്. സോ അതും നമ്മൾ കഴിക്കുന്നതാണ്. അമ്മ ഇവിടെ ആരും ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. 1 2 കാറ്റാടികളല്ല ചേച്ചി, ഇപ്പൊ എണ്ണി കാറ്റാടികളുടെ എണ്ണം പറയുന്നതാണ് ചേച്ചി. 1 2 3 4 5 6 7 8 9 10 11 12 കിടി പോയതാണ് ഗൈസ്. റെസ്പെക്ട് പവർ. പോത്തിനൊരു പേരിടുന്നതാണ്. വി കോൾ ഹിം കുണ്ടപ്പൻ. അവിടെ പോയി. അതിന്റെ അപ്പുറത്തിരിക്കുന്നവന്റെ പേരോ കുണ്ടപ്പൻ. കിഴക്ക് സൂര്യൻ ഉദിച്ചില്ലേ, വാനിൽ പറവ പറന്നല്ലോ, നാദാ നിന്നും നിന്റെ കീർത്തനം നിന്റെ കീർത്തനം. അവരാ കാട്ടിൽ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്. കാട്ടിനുള്ളിൽ അമ്മൂസ് എന്താണ് ചെയ്യുന്നത്? ആണോ? 2 കൊരങ്ങന്മാരാണ് കാട്ടില്. ഈ കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു സ്പോട്ടിൽ അമ്മൂസ് ഒളിച്ചിരിക്കുവായിരുന്നു ഇത്രയും നേരം. കൊള്ളാം, സ്പോട്ട് കൊള്ളാം. അമ്മൂസിന് സ്പെഷ്യലായിട്ട് ചാണകം അമ്മൂസിന്റെ മുഖത്തേക്കാണ്. കാറ്റും കൊണ്ടോണ്ടിരിക്കുക കള്ളന്മാര്. അമ്മൂസിന്റെ കൊക്കോപ്പുഴ കുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. നല്ല വ്യൂ ഉണ്ട്. ഇതിന് ശേഷം നമ്മള് രാമക്കമ്മേട് പോകണം. ഞാൻ എൻ്റെ വ്ളോഗൊക്കെ തുടങ്ങിയ സമയത്ത് ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഈ ഒരു പ്ലേസിലേക്ക് വരുന്ന വീഡിയോസ് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ്റാടി കൊണ്ടുകൊണ്ട് കാറ്റും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ സമയമായി. നമ്മൾ ഭയങ്കര റാൻഡമായിട്ടാണ് കസിൻസൊക്കെ ഇങ്ങനെ ഗ്യാദറപ്പ് ചെയ്യാറ്. അതുകൊണ്ട് നമ്മൾ ഒട്ടും സമയം കളയാതെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതായിട്ട് ഇറങ്ങി വരാൻ ഞാൻ അവിടെ വരാൻ അവിടുത്തെ ഇറക്കം കണ്ടപ്പോൾ എനിക്ക് മടിയായി. സീരിയസ്ലി താഴോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് അമ്മ അറിഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്നില്ല. പതിവ് തെറ്റിക്കാതെ കട കണ്ടതുടനെ അമ്മൂസിൻ്റെ വയറിലെ കൊക്കോ പുഴു കുത്തി തുടങ്ങി. ഇതാദ്യത്തെ സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. 5 രൂപയുടെ പാക്കറ്റ് 15 രൂപ നിറച്ച് ലൈസ്. വാവ്, നമ്മൾ ലക്കിയാണ്. ലോട്ടറി അടിച്ചതിനേക്കാളും ഭയങ്കര സന്തോഷമാണ്. 5 രൂപയുടെ ലൈസിൽ ഫുള്ള്